ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ക്രീം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതും ഓവൻ ഇല്ലാതെ തയ്യാറാക്കുന്ന ചോക്ലേറ്റ് ക്രീം കേക്കിൻ്റെ റെസിപ്പി. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് 4 മുട്ടയാണ്. ഈ 4 മുട്ടയും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എടുക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചിട്ട് നല്ല പോലെ തണുപ്പ് കളഞ്ഞതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണം. ഇനി നമുക്ക് ഈ മുട്ടയെ ഓരോന്നിനെയും ഈ ബൗളിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇപ്പം ഞാൻ 4 മുട്ടയെയും ബൗളിലേക്ക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിനെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ച പൊടിയെയാണ് 1 കപ്പ് അളന്നെടുക്കേണ്ടത്. അതായത് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്താൽ 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും. ഇതിനെ നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട, ഇതുപോലെ 2-3 തവണയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ പഞ്ചസാര പൊടിയെ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒരു 3-4 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരും. അതുവരേക്കും ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇത് കളറൊക്കെ ചേഞ്ചായി നല്ല പോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ്. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണയും ഒലീവ് ഓയിലും യൂസ് ചെയ്യരുത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾ പാല് ചേർക്കുന്നത് അതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർക്കേണ്ടത്. അത് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചിട്ട് നല്ല പോലെ തണുപ്പ് കളഞ്ഞതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. ഇതിനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ഇടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരിച്ചിട്ട് താഴെയുള്ള കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കാം. നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഈ പൊടികളിലൊക്കെ കട്ടയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അത് അരിച്ചെടുക്കാതെ നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി വരില്ല. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും നമ്മുടെ കേക്ക് എക്സ്ട്രാ സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ എല്ലാ പൊടികളെയും നന്നായിട്ട് അരിച്ചെടുത്ത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബീറ്റർ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. ഇതുപോലെ സ്പാച്ചുലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പതുക്കെ കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ ടിന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് ടിന്ന് ഉപയോഗിക്കാം. ഇനി നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇതിൻ്റെ താഴെയും സൈഡിലൊക്കെ ഒന്ന് നല്ലപോലെ നമുക്ക് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്ത് അല്പം മൈദപ്പൊടി തൂവി കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് കേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
അതിനുശേഷം എക്സസ് ആയിട്ട് മൈദപ്പൊടി ഉണ്ടെങ്കിൽ ഇത് താഴെ കമിഴ്ത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതും പോയി കിട്ടും. അങ്ങനെ നമ്മുടെ കേക്ക് ടിന്നും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ വലിയ ഹോളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടാവും. അത് എയർ പോവാത്തതുകൊണ്ട് വരുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ കേക്ക് ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം മാത്രമേ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ അത് പുറത്തോട്ട് പോവും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പാനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ ബേക്ക് ചെയ്യാം. അതല്ലാതെ ഇതേ ബാറ്റർ തന്നെ നമുക്ക് ഓവനിൽ വേണമെങ്കിൽ ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒരു വയർ റാക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഇത്ര സമയം ചൂടാക്കണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 35 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ പാനിൻ്റെ ചൂടിനനുസരിച്ചിട്ട് ടൈമിൽ മാറ്റം വരും. ചിലപ്പോൾ 35 മിനിറ്റ് ഉള്ളത് 40-45 മിനിറ്റോളമൊക്കെ ആയെന്നും വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തുറന്ന് നോക്കരുത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ പൊങ്ങി വരില്ല. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞ് കേക്ക് കണ്ടില്ലേ, നല്ല പോലെ പൊങ്ങി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോവും. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. ഇനി കേക്കിനെ കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റാനായിട്ട് ഇതുപോലൊരു കത്തി ഉപയോഗിച്ചിട്ട് ആദ്യം സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം. എന്നിട്ട് വേറൊരു ഡിഷിലേക്ക് ഇതിനെ കമിഴ്ത്തി വെച്ചിട്ട് പുറകുവശത്തൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കേക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്തുനിന്നും വിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റായ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് ഈ കേക്കിനെ ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കേക്കിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് 2-3 ഒക്കെ ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റും. ഞാനിപ്പോൾ നൂല് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നൂലോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ടൊക്കെ കട്ട് ചെയ്യാം. നൂല് ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എവിടെയാണോ വെച്ച് കട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ച് നൂല് ചുറ്റിച്ചെടുത്തിട്ട് പതുക്കെ അതിൻ്റെ അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ കേക്ക് നല്ല പോലെ ലെയറുകളായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഇപ്പോൾ കേക്കിനെ ഒരു ലെയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ ലെയറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ കേക്കിനെ ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇത് നല്ല പോലെ സ്റ്റിഫ് പീക്സ് ആയി വരുന്ന ഒരു ക്രീമാണിത്. ആദ്യം ഇതിനൊരു 8 മണിക്കൂർ നല്ല പോലെ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് മാത്രമേ ഇത് ബീറ്റ് ചെയ്യാവുള്ളൂ. ഞാനിപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൽ നിന്നും 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക, എന്നിട്ട് പതുക്കെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ വാനില എസൻസോ ഷുഗറോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ഈ ക്രീമിൽ ഓൾറെഡി ഉള്ളതാണ്. ഈ ക്രീം ആവുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് സമയം മെൽറ്റ് ആവാതെ ഇരിക്കും. നമുക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൂവൊക്കെ നല്ല പോലെ വരച്ച് കൊടുക്കാനും പറ്റും. ഒരു 8 മിനിറ്റോളം നിർത്താതെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല പോലെ സ്റ്റിഫ് പീക്സ് ആയിട്ട് വരാൻ തുടങ്ങും. നമുക്ക് സ്റ്റിഫ് പീക്സ് ആയി വരുന്ന സമയത്ത് ബീറ്റർ ഇതിൻ്റെ അകത്തുനിന്ന് മൂവ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്രീം നല്ല പോലെ സ്റ്റിഫ് പീക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യൽ നിർത്താം. ഇനി നമുക്ക് ക്രീമിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് എടുക്കാം. ഈ പൈപ്പിംഗ് ബാഗിനെ ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ക്രീം നിറക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ പകരം എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തേക്ക് നിറച്ച് കൊടുത്തിട്ട് അടിവശത്ത് ഹോളിട്ടെടുത്താലും മതി. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഒരല്പം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ടേൺ ടേബിളിൻ്റെ മുകളിൽ നിന്ന് തെന്നിപ്പോവും.
ഇനി ഇതിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ടേൺ ടേബിളും കേക്ക് ബോർഡും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഒരു ഡിഷിലൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പും കൂടെ വേണം. ഇതിപ്പോൾ ഞാൻ 3/4 കപ്പ് വെള്ളത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. ഇത് നമ്മുടെ കേക്ക് എക്സ്ട്രാ സോഫ്റ്റ് ആവാനും വിപ്പിംഗ് ക്രീം നല്ല പോലെ പിടിച്ചിരിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഷുഗർ സിറപ്പിനെ നല്ല പോലെ ഈ കേക്കിൻ്റെ ലെയറിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഈ 3/4 കപ്പ് ഷുഗർ സിറപ്പും ഈ കേക്ക് മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കിന് തീർത്തിരിക്കണം, പിശുക്കി ഉപയോഗിക്കരുത്. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതുപോലെ നല്ല കട്ടിയിലങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതാവുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേ തിക്നെസ്സിൽ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഫസ്റ്റൊക്കെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്കും ഈ മെത്തേഡാണ് എളുപ്പം. വിപ്പിംഗ് ക്രീം ഇതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ലെയറിൻ്റെ മുകളിൽ നല്ല തിക്കായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഷുഗർ സിറപ്പ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല പോലെ തിക്കായിട്ട് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അവസാനത്തെ ലെയർ കേക്കും നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്കിനെ മൊത്തത്തിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യാം. മുകളിലും സൈഡിലും ഒക്കെ നല്ല പോലെ കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ കേക്കിന് മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരല്പം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിന് 2 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ 2 ടേബിൾ സ്പൂൺ ക്രീമും കൂടെ ഉപയോഗിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മുൻപ് ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ആവശ്യമുള്ളവർ പോയി കാണുക. ഈ ചോക്ലേറ്റ് ഗനാഷിനെ ഇതുപോലെ പതുക്കെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കേക്കിന് ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അതല്ല ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഡെക്കറേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 2-3 ഫ്ലവറും കൂടെ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 3 ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 ലീഫും കൂടെ വരച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചോക്ലേറ്റ് ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓവനൊന്നും ഇല്ലാത്തവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡ് കൂടിയാണിത്. വളരെ ടേസ്റ്റിയാണ് ഈ കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ അതേ അളവ് വെച്ചിട്ട് നിങ്ങൾ കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കേക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.